ചരിത്രം കുറച്ച് ആർടെമിസ് 2 ദൗത്യം ഒറൈൻ പേടകം ചന്ദ്രൻ ഏറ്റവും അടുത്തെത്തി മടക്കയാത്ര തുടങ്ങി. 3 ദിവസവും 22 മണിക്കൂറും 31 മിനിറ്റും എടുത്ത് ഭൂമിയിലേക്ക് ഈ പേടകം മടങ്ങിയെത്തുമെന്നാണ് നാസ അറിയിക്കുന്നത്. സൂര്യഗ്രഹണത്തിനും സഞ്ചാരികൾ സാക്ഷിയായി. നമുക്ക് ആദ്യം ആ ദൃശ്യമൊന്ന് കാണാം. പാലക്കാട് മണ്ണിൽ നമ്മുടെ ദൗത്യത്തിന്റെ ഭാഗമായി ഇറങ്ങിയ അവതാര പുലി പ്രജിൻ സി കണ്ണൻ, സയൻസ് ഡെസ്കിന്റെ ചീഫ് പ്രജിൻ സി കണ്ണൻ തത്സമയം പാലക്കാട് നിന്ന് ചേരുകയാണ്. പ്രജിൻ, ശരിക്കും അവരുടെ മടക്കയാത്ര തുടങ്ങി, ചരിത്രത്തിലേക്ക് ചേക്കേറിയ ഒരു മടക്കയാത്ര. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായിട്ടും അത് വലിയ നാഴികക്കല്ലായി മാറുന്നു. ഒരുപക്ഷെ മനുഷ്യരാശിയുടെ അടുത്ത ചന്ദ്ര ദൗത്യങ്ങൾ, ബഹിരാകാശ ദൗത്യങ്ങളുടെ ഒരു നാന്ദി കുറിച്ചിരിക്കുന്നു ആർട്ടിമിസ് 2 ദൗത്യ സംഘം എന്ന് വളരെ വ്യക്തമായി തന്നെ പറയാം. ഇന്നലെ കൃത്യം രാത്രി 11:26 അന്ന് തൊട്ട് തുടങ്ങിയ ആ റെക്കോർഡ് അതിപ്പോഴും പുതിയ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണ്. മടക്കയാത്ര തുടങ്ങിയിരിക്കുന്നു ആർട്ടിമിസ് 2 സംഘം ഒറൈൻ എന്ന പേടകത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമിയിൽ നിന്നും മനുഷ്യർക്ക് സഞ്ചരിക്കാവുന്ന ഏറ്റവും അകല എന്ന് പറയുന്ന ഒരു ദൂരത്തേക്ക് ആ സംഘം സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. 1970 അപ്പോളോ 13 സംഘം കുറിച്ച 4,171 കിലോമീറ്റർ എന്ന അകലം അല്ലെങ്കിൽ ആ ദൂരപരിധി ഇപ്പോൾ മറികടന്ന് പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് നമ്മുടെ പുതിയ സംഘം ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ഈ സംഘം. മാത്രമല്ല, നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ചന്ദ്രന്റെ മുഖം, അതിനൊരു മറുഭാഗമുണ്ട്. അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ ആരും ഇതുവരെ കണ്ടിരുന്നില്ല. പക്ഷേ ഇനി മുതൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. മനുഷ്യർ ആ മുഖവും ആ ഭാഗവും നേരിൽ കണ്ടിരിക്കുന്നു. കാരണം ചന്ദ്രനെ ചുറ്റി മടങ്ങി വരികയാണ് നമ്മുടെ പേടകം ചെയ്യുന്നത്. അതിൽ ഇടയിൽ, അതായത് ഭൂമിക്കും ഒപ്പം ചന്ദ്രനും അപ്പുറത്തേക്ക് നമ്മുടെ പേടകം സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ അർദ്ധരാത്രി 12:15 ശേഷം നടന്ന ആ ഒരു സമയത്താണ് ഏതാണ്ട് 44 മിനിറ്റോളം ഭൂമിയിലെ കൺട്രോൾ സെന്ററുമായി യാതൊരുവിധ ബന്ധവുമില്ലാതെ, ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഈ പേടകം 44 മിനിറ്റ് ചന്ദ്രനപ്പുറം പോയി സഞ്ചരിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ആ സമയത്താണ് ചന്ദ്രന്റെ സർഫസിനോട്, ഉപരിതലത്തോട് ഏറ്റവും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ആ പേടകം വരികയും ചെയ്തത്. 6400 കിലോമീറ്റർ മാത്രം ചന്ദ്രന്റെ സർഫസിൽ നിന്നും ഒരു അകലം സൂക്ഷിച്ചുകൊണ്ടാണ് ആ പേടകം ചന്ദ്രനെ ചുറ്റിക്കറങ്ങി വന്നത്. ആ സമയത്ത് ചന്ദ്രനിലെ ഉപരിതലങ്ങൾ, ഒപ്പം തന്നെ ചന്ദ്രനിലെ ഗർത്തങ്ങൾ അവ നേരിൽ കണ്ടു നമ്മുടെ ഈ 4 സംഘം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത്, ഒരുപക്ഷെ ശാസ്ത്രം അടുത്തറിയുന്ന അല്ലെങ്കിൽ ബഹിരാകാശ സയൻസ് അടുത്തറിയുന്ന ആൾക്കാർ കാത്തിരിക്കുന്നത് ആ സമയത്ത് അവർ പകർത്തിയ മനോഹരമായ ചിത്രങ്ങളാണ്. വരും മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും നാസ ആ ചിത്രങ്ങൾ, ആ ദൃശ്യങ്ങളെല്ലാം പുറത്തുവിടും. അതിനായുള്ള കാത്തിരിപ്പിലാണ്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ആ 44 മിനിറ്റിന് ശേഷം പുറത്തേക്ക് വരുന്ന സമയത്ത് 2 അത്ഭുതങ്ങൾ അവർക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു. ഒന്നൊരു പൂർണ്ണമായ സൂര്യഗ്രഹണമാണ്. കാരണം ഭൂമിക്കും ചന്ദ്രനും അപ്പുറത്ത്, അല്ലെങ്കിൽ ഈ ഒറൈൻ പേടകത്തിനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് ദൃശ്യമായ സൂര്യഗ്രഹണം അത് അവർ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഒറൈൻ പേടകത്തിന്റെ പുറത്തുള്ള ക്യാമറ അത് പകർത്തിയിട്ടുണ്ട്. അതൊന്ന് ആ സമയത്ത് സംഭവിച്ച സൺ കൊറോണ എന്ന് പറയുന്ന പ്രതിഭാസം അതവർക്ക് ചന്ദ്രനും അപ്പുറം നിന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ചരിത്രമാണ്. ഒരുപക്ഷെ ആർട്ടിമിസ് 2 ശേഷം നടക്കാൻ പോകുന്ന ആർട്ടിമിസ് 3, ആർട്ടിമിസ് 4 ദൗത്യങ്ങൾക്ക് വലിയ ശക്തി പകരുന്നതാണ് നിലവിൽ ഇപ്പോൾ ഈ പേടകത്തിലൂടെ, ഒറൈൻ പേടകത്തിലൂടെ 4 സംഘം. അത് നമുക്ക് എടുത്തു പറയണം അവരുടെ പേരുകൾ. കാരണം 54 വർഷങ്ങൾക്ക് ശേഷം, അരനൂറ്റാണ്ടിന് ശേഷമാണ് മനുഷ്യർ ഈ രീതിയിൽ ചന്ദ്രൻ അരികിലേക്ക് എത്തിയത്. ഒന്ന് റീഡ് വൈസ്മാൻ ഈ മിഷന്റെ കമാൻഡറാണ്. മറ്റൊന്ന് വിക്ടർ ഗ്ലോവർ, അദ്ദേഹമാണ് ഈ മിഷന്റെ പൈലറ്റ്. മറ്റൊന്ന് ക്രിസ്റ്റീന കോച്ച്, ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് അവർ. മാത്രമല്ല ചന്ദ്രൻ അരികിലേക്ക് എത്തുന്ന ആദ്യ വനിത കൂടിയാണ്. ഇനി ഏറ്റവും ഒടുവിൽ കനേഡിയക്കാരനായ ജെറമി ഹാൻസൺ എന്ന് പറയുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റ്. ഈ 4 പേരാണ് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് പോയി ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരികെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ കൂടിയാണ് എസ് കെ എൻ. കാരണം ഇതിനുപയോഗിക്കുന്ന ഒറൈൻ പേടകം, അതിന്റെ കാര്യക്ഷമത എത്രമാത്രമുണ്ട്, വരും കാലങ്ങളിലെ ചാന്ദ്ര ദൗത്യങ്ങൾ, ബഹിരാകാശ ദൗത്യങ്ങൾ അത് ഗംഭീരമാക്കാൻ ഈ പേടകത്തിന് കഴിവുണ്ടോ, അതിന് എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക കൂടി ഇവരുടെ ദൗത്യമാണ്. അതിനകത്തുള്ള ലൈഫ് പ്രൊട്ടക്റ്റിംഗ് സിസ്റ്റം, അതിന്റെ സപ്പോർട്ടീവ് മെക്കാനിസം, ഇതെല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ, അത് കൃത്യമായ രീതിയിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്താണ് ഈ സംഘം മടങ്ങുന്നത് എന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇനിയിപ്പോൾ
3 ദിവസം കൂടി ഒരു ഏപ്രിൽ 10 എന്നാണ് അമേരിക്കൻ ടൈം, അതായത് ഏപ്രിൽ 11-നായിരിക്കും തിരികെ ഭൂമിയിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. അതറിയാം, പാരച്യൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പേടകത്തിന്റെ വേഗം കുറച്ച് താഴേക്ക് സമുദ്രത്തിലേക്ക് തന്നെ പതിപ്പിക്കുക എന്നൊരു പ്രോസസ്സുണ്ട്. അതിനായുള്ള കാത്തിരിപ്പിലായിരിക്കും ഇനി ഭൂലോകം ഉണ്ടാവുക. കാരണം ഇതൊരു മനുഷ്യരാശിയുടെ ഒരു വലിയ യാത്രയുടെ, മഹായാത്രയുടെ തുടക്കമാണ് എന്നാണ് ഇതിനെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും അതിലേക്കുള്ള കാത്തിരിപ്പിലേക്കാണ്. എന്തായാലും വലിയ ചരിത്രങ്ങൾ കുറിച്ചിരിക്കുന്നു, വലിയ റെക്കോർഡുകൾ ഈ സംഘം ഉണ്ടാക്കിയിരിക്കുന്നു. SK. താങ്ക് യു പ്രജിൻ സി കണ്ണൻ. ഒറൈൻ പേടകം മടക്കയാത്ര തുടങ്ങി, അതിവേഗം ഭൂമിയിലേക്ക് യാത്ര തുറന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.